അടുത്തതായി നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. കേരള രാഷ്ട്രീയ സാമൂഹ്യ തൊഴിലാളി മേഖലയിൽ ചരിത്രമായി മാറിയ സഖാവ് ബേബി ജോണിന്റെ ഓർമ്മകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ. മനുഷ്യാവകാശം എന്ന പദം ഞാൻ ആദ്യമായി കേട്ടത് ഈ കറുത്ത മണ്ണിൽ കുങ്കുമം വിതറിയ ഒരു സായം സന്ധിയിലാണ്. ഒന്നും അറിയാത്ത പോലെ ഇന്ന് ഒഴുകുന്ന ഒരു തോടിന്റെ മറുകരയുള്ള മൊട്ടപ്പറമ്പിൽ ഒരു ചുവന്ന കൊടിയുടെ കീഴിൽ നിന്ന് സംസാരിച്ചിരുന്ന അവരുടെ മുഖങ്ങൾ ഞാൻ ഇവിടെ നോക്കുന്നു. കണ്ണന്തോടത്തിന്റെ, ശ്രീകണ്ഠൻ ചേട്ടന്റെ, ബേബി ജോണിന്റെ ആരെല്ലാം മറന്നാലും അവരെ ഈ മൺതരികൾ മറക്കില്ല. ജീവിച്ചിരുന്നുവെങ്കിൽ സഖാവ് ബേബി ജോണിന് ഇപ്പോൾ പ്രായം 107. ചവറയിലെ കരിമണൽത്തരികളും അതിൽ വേർപ്പ് നീരിറ്റിച്ച തൊഴിലാളി വർഗവും പറയും അക്കഥ. പ്രയത്നം മാത്രം ശീലിച്ച തീരദേശ തൊഴിലാളി സമൂഹത്തെ രാഷ്ട്രീയ ബോധമുള്ള ഒരു സംഘടിത വർഗമാക്കിയ ട്രേഡ് യൂണിയനിസ്റ്റ് 1949 മെയ് മാസം കരിമണൽ തൊഴിലാളികളും പോലീസും ഏറ്റുമുട്ടിയ ചവറ ലഹളയിലെ ഒന്നാം മതി കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ, എൻ ശ്രീകണ്ഠൻ നായർ, കെ ബാലകൃഷ്ണൻ, ടി കെ ദിവാകരൻ, ബേബി ജോൺ. പാർട്ടിയേക്കാൾ വളർന്ന ആ നേതാക്കളുടെ വിത്ത് ഗുണമാണ് RSPയെ ഒരു തിരുത്തൽ ശക്തിയായി ഒരുമിച്ചെടുത്തത്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ തെറ്റ് തിരുത്തലായിരുന്നു RSPയുടെ ചരിത്ര നിയോഗം എഴുതിയത് മലയാള കഥയുടെ മുത്തപ്പൻ സാക്ഷാൽ തകഴിയാണ്. തകഴി പറയും, ബേബിയെ പരിചയപ്പെടുകയല്ല, ബേബി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നുവെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തൊഴിലാളി കൂടി ഉണ്ടാക്കാൻ ഒരുപാട് അധ്വാനിച്ച താനും MN ഗോവിന്ദൻ നായരും ശരിക്കും തോറ്റത് ബേബി ജോൺ നയിച്ച തൊഴിലാളികൾക്ക് മുന്നിലായിരുന്നു എന്ന് തോപ്പിൽ ഭാസിയും എത്തി. ബേബി സാറിന്റെ യൂണിയൻ വിട്ട് മറ്റൊന്നിൽ ചേരില്ലെന്ന് ഭാസിയോട് പറഞ്ഞ ചവറയിലെ തൊഴിലാളി വർഗം നങ്കൂരമിട്ടത് ബേബി ജോണിന്റെ ഹൃദയത്തിലാണ്. പിറവി റഷ്യൻ വിപ്ലവം സമർപ്പിച്ച 1917 നീണ്ടകര ലായത്തിൽ കുടുംബത്തിൽ ജോണിനും മേരിക്കും ഒരു ഒക്ടോബർ വിപ്ലവത്തിന്റെ സ്മാരകം പോലെ അതേ മാസത്തിൽ പിറന്ന ആദ്യ സന്തതി. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ 4ാം മെമ്പറായി രാഷ്ട്രീയത്തിൽ ഹരിശ്രീ വരച്ചു. ഈ വർഗീസും കുമ്പളത്ത് ശങ്കുപിള്ളയും ആവേശിച്ചപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകനായി. 17ാം വയസ്സിൽ നിയമലംഘന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വെച്ചു. കരുനാഗപ്പള്ളി സബ് ജയിലിൽ 3 മാസം. ബേബി ജോൺ വിജയിച്ച നീണ്ടകരയിൽ നിന്നൊരു രാഷ്ട്രീയ കൊതേരന്റെ പുറപ്പെടായിരുന്നത്. തടവ് കഴിഞ്ഞ് തമിഴകത്തെ പാളയം കൊണ്ട സെൻസ് യൂണിവേഴ്സിറ്റി ആ ക്യാമ്പസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബേബി ജോൺ വിദ്യാർത്ഥി സമരം നയിച്ചു. നേരുള്ള ആ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരവും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും നയിച്ചു. പാളയം കോട്ടയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നാടുകടത്തി. പക്ഷേ കളി പൊലിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 3ാം അംഗത്തിന് ദേവര കോളേജിലെത്തിയ ബേബി സർസിപ്പിക്കെതിരെ കരിപ്പിടി സമരം നയിച്ചു. 4ാം അംഗം പാലക്കാട് വിക്ടോറിയ കോളേജ്. പക്ഷേ സ്വാതന്ത്ര്യ പ്രാപ്തിയോടെ കോൺഗ്രസ് വിട്ട ബേബി ജോൺ KSPയിലെത്തി. അതും കഴിഞ്ഞ് RSPയിലേക്കും RSPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പദവിയിലേക്ക്. They don't even try to tackle. I don't say they have not tackled. Even they have not made even attempt. ആദ്യ തെരഞ്ഞെടുപ്പ് തടവറയിൽ നിന്ന് നേരിട്ട ചവറയുടെ കറുത്ത മുത്ത് 11 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ചു. 4 പതിറ്റാണ്ടിന്റെ നിയമസഭാ അംഗത്വ കാലയളവിൽ 17 വർഷവും മന്ത്രിസ്ഥാനത്ത്. അധികാരത്തിനും രാഷ്ട്രീയത്തിനും ജനക്ഷേമത്തിനുമിടയിൽ ബേബി ജോൺ സൂക്ഷിച്ച ഒരു ഗുരുത്വബലം നല്ല ജനസേവകനെയും നല്ല നയതന്ത്രജ്ഞനെയും സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒറ്റമൂലിയായി ബേബി ജോൺ മാറി.
ചക്രവ്യൂഹം തകർത്ത് അത്ഭുതം സൃഷ്ടിച്ച ബേബി ജോണിന്റെ ചരിത്ര നിമിഷങ്ങൾ കേരളം എത്ര കണ്ടു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രോഷപ്രകടനവും പ്രയാസമൊക്കെ. മിലിറ്ററി ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ഇതിനുള്ള സ്കില്ല് പോലെ ആളുകൾ ബാംഗ്ലൂരിലാണുള്ളത്. ഭരണാധികാരികളിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരും പ്രമുഖരാണ്. 1985 ബേബി ജോണിന്റെ ജീവിതത്തിലേക്ക് അന്നമ്മ വന്നു. പിന്നാലെ മക്കളായ ഷീലയും ഷാജിയും ഷിബുവും. കല്ലെ പിളർക്കുന്ന കൽപ്പനയുടെ ആജ്ഞാശക്തിക്കും ഒന്നിനെയും പൂസാത്ത കരുത്തിനും മരണത്തോട് പോലും വഴങ്ങാൻ ഒരുതിയ വീറിനുമിടയിൽ ബേബി ജോൺ സ്നേഹനിർഭരമായ ഒരു മനസ്സും സൂക്ഷിച്ചു. ഉടുപ്പിലും നടപ്പിലും ലാളിത്യവും സമൂഹത്തിനും കുടുംബത്തിനും ആ മനസ്സെന്നും ഉപകരിച്ചു. ചവറക്കാർക്ക് ബേബി ജോണിന് അരികിലേക്ക് എത്താൻ ഒരു കാലവും അനുവാദം വേണ്ടിയിരുന്നില്ല. ചവറയിൽ നിന്നും ഔദ്യോഗിക വസതിയിൽ എത്തിയതിൽ ഒരാൾക്ക് പ്രവേശനം നിഷേധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വാതിലുകൾ ഇനി ഒരിക്കലും അടയ്ക്കേണ്ടെന്ന് ശഠിച്ച കരുതലിൻ്റെ മനസ്സാണത്. എവിടെയോ വെച്ച് മറന്ന ഒരു ഫോട്ടോ പോലെ മനസ്സിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല ഭൂമിയുടെ കഥയും മലയാളി മറക്കില്ല. കായൽ രാജാവ് ജോസഫ് മുരിക്കലിന്റെ മിച്ചഭൂമി റാണി ചിത്രക്കായൽ നിലങ്ങളെ പിടിച്ചെടുത്ത് അതിലാദ്യം വിത്തറിഞ്ഞ കർഷകർ സ്വർണം വിളയിച്ചപ്പോൾ കൊയ്ത്തിന് നേതൃത്വം നൽകിയ ബേബി ജോണിന്റെയും അച്യുതമേനോന്റെയും കഥ. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്ത് സമഗ്ര നിയമമാക്കി. കണ്ണൻദേവൻ കമ്പനിയിൽ നിന്നും ഭൂമി പിടിച്ചെടുത്തു. അങ്ങനെയുള്ള നിയമം കേരളത്തിൽ ആദ്യമായി രക്തരഹിതമായി നടപ്പാക്കാൻ അതിനുള്ള പ്രായോഗിക ബുദ്ധിയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി നേതൃത്വം നൽകിയ ഒരു വലിയ നേതാവ്, വലിയ ഭരണാധികാരിയാണ് ശ്രീ ബേബി. തൊഴിൽ തർക്കം പരിഹരിക്കാൻ കൺസിലിയേറ്ററി മിഷൻ ശക്തമാക്കി. സഹകരണ മേഖലയിലെ നിക്ഷേപ സമാഹരണം 100 കോടിയാക്കി ഉയർത്തി. മദ്യഷോപ്പുകളുടെ കുത്തക ലേലത്തിന് മാറ്റം വരുത്തി. ക്രമക്കേടില്ലാതെ പരീക്ഷ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിനെ ശീലിപ്പിച്ചു. സർവകലാശാലകളും സർക്കാരും തമ്മിലെ ബന്ധം ഉറപ്പിച്ചു. പൈപ്പ് കുംഭകോണത്തിന്റെ പിടിയിലമർന്ന ജലസേചന വകുപ്പിനെ നല്ല നടപ്പ് ശീലിപ്പിച്ചു. ഒരു പ്രശ്നം ഗൗരവമായ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെപ്പറ്റി കഴിഞ്ഞകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ബേബി ജോണിന് വ്യക്തമായ ചില ധാരണകളുണ്ടായി. ബേബി ജോൺ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരല്ല, സമരാപമായ ഒരു രാഷ്ട്രീയം നേരിടുന്ന നാട്ടുകാരൻ. ചവറയുടെ ഇന്നലകളും കരിമണൽ തരികളും നാളേക്കായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പടപ്പുറത്താണ്. രാഷ്ട്രീയ കേരളത്തിന്റെ തെക്കൻ കടലിൽ 100 മില്യൺ വിളയിച്ച കൃഷിയുള്ള ഒരു വിധമാണ്.